40 വയസ്സ് കഴിഞ്ഞ് ഒരു മനുഷ്യൻ നന്നാകുന്ന. അതുകൊണ്ടാ പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞവൻ തെറ്റ് ചെയ്ത ഇരട്ടിയാണ് ശിക്ഷ. ഒരാൾക്ക് 40 വയസ്സായ പക്വതയാകും. അവൻ 40 കഴിഞ്ഞിട്ടും ഇന്നത്തെ ഉപ്പയ്ക്കും നന്നാകാൻ തോന്നുന്നില്ല. എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, എടാ നിനക്ക് 20 വയസ്സല്ലേ ആയുള്ളൂ, നിനക്ക് 20-25 വയസ്സല്ലേ ആയുള്ളൂ, എന്ന നിന്റെ വാപ്പായ്ക്ക് 45-50 വയസ്സായി. ആ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും കഞ്ചാവ് വലിച്ചിട്ടില്ല, ആ വാപ്പ ഒരു വീടി പോലും വലിച്ചിട്ടില്ല. നീ വലിക്കത്തില്ല ചെറുപ്പക്കാരാ, നീ കള്ളു കുടിക്കില്ലേ? ആ വാപ്പ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വ്യഭിചരിച്ചില്ല. നീ 20 കൊല്ലത്തിനിടയിൽ എത്ര വട്ടം വ്യഭിചരിച്ചത്? എന്റെ ഉമ്മമാരോട് എന്റെ പെണ്ണുമാരോട് ഞാൻ ചോദിക്കുന്നു, നമ്മൾ എന്ത് നന്നാകാത്ത? ഇവിടെ വർഷാവർഷം അങ്ങനെ വഴങ്ങി വെച്ച് നാട്ടുകാരെ മുഴുവൻ ലക്ഷങ്ങളെ ചെലവഴിച്ച് പിരിയുന്നതിന്റെ കാര്യമില്ല. ജീവിതത്തിൽ മാറ്റം വരണം. പറയുന്നവന് കേൾക്കുന്നവന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം. ഇല്ലെങ്കിൽ വെറുതെയാ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, എന്നോട് ഞാൻ പറയാം, നന്നാകും സഹോദരാ. എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ ചെയ്യുന്നത്. കാരണം വാപ്പാടെ കബറുകളാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മക്കൾക്ക് അറിയില്ല. നിനക്ക് തന്നെ അറിയാം, നിന്റെ കബറിനകത്ത് വന്നിട്ട് ഒരു യാസീൻ ഓതി നമ്മുടെ മക്കൾ ദുആ ചെയ്യില്ല. ഒരു യാസീൻ ഓതി പോലെ നമ്മുടെ മക്കൾ ദുആ ചെയ്യില്ല. ഇവിടെ ഒന്നിനും അല്ലാഹ് സമയം തരത്തില്ല.